നമസ്കാരം. ഫുട്ബോൾ പേരിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചെറിയ സൗണ്ട് വല്ലതും വരുവാണെങ്കിൽ ക്ഷമിക്കുക, വെളിയിൽ ഒരു ക്ലീനിങ് പരിപാടി നടക്കുവാണ്. സോ നമ്മൾ നേരെ വീഡിയോയിലോട്ട് കടക്കുകയാണെങ്കിൽ, മാഞ്ചസ്റ്റർ സിറ്റി ഇപ്പോൾ ലിവർപൂളിന് അഗെയിൻസ്റ്റ് ആ ആധികാരിക വിജയത്തിന് ശേഷം 4 പോയിന്റ് ഗ്യാപ്പിലാണ് ഫസ്റ്റ് സ്പോട്ടിൽ നിൽക്കുന്ന ആർസണലുമായിട്ടുള്ളത്. തങ്ങളും ഈ സീസൺ ടൈറ്റിൽ റേസിലുണ്ട് എന്ന് ഉറച്ച് പറയുന്ന ഒരു പെർഫോമൻസ് തന്നെയായിരുന്നു ലിവർപൂൾ മാച്ചിൽ നമ്മൾ കണ്ടത്. ഈ സീസണിൽ നമുക്കറിയാം പെപ്പ് ലൈൻഡേഴ്സിനെയും കോളോറ്റോറയുടെ ഒക്കെ ഇൻഫ്ലുവൻസ് നമ്മുടെ ടീമിൽ കാണുന്നുണ്ടായിരുന്നു. ഓക്കെ, വിത്തൗട്ട് പൊസഷൻ കളിക്കാൻ ഹാപ്പിയാണ്. ഗെയിം 100% ഫുൾ ഫേസിലും ഡോമിനേറ്റ് ചെയ്തില്ലെങ്കിലും നമുക്ക് വിക്ടറി ആയിട്ട് വരാം. പൊസഷൻ ഒരു മസ്റ്റ് ഫാക്ടർ അല്ല. അങ്ങനെ കുറേ കാര്യങ്ങൾ വിട്ട് ചിന്തിക്കുന്നത് നമ്മൾ കണ്ടു ഈ സീസൺ പെപ്പ് ഗോർഡിയോളയുടെ ഭാഗത്തു നിന്നും. ഓക്കെ, അങ്ങനെ അതിനെക്കുറിച്ചൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ നമ്മൾ ലാസ്റ്റ് ലിവർപൂൾ മാച്ചിൽ കണ്ട മറ്റൊരു കാര്യം, അവ ലാസ്റ്റ് 2-3 മാച്ചുകളായിട്ട് കാണുന്ന മറ്റൊരു കാര്യം, പെപ്പ് ഗോർഡിയോളയുടെ നമ്മൾ സ്ഥിരമായിട്ട് കണ്ടുവരുന്ന ആ പൊസിഷണൽ റൊട്ടേഷൻ, മെയിൻലി ആ ടൈറ്റ് സ്പേസസിൽ ക്ലസ്റ്റർ ഫോം ചെയ്ത് ബിൽഡപ്പ് ചെയ്യുക, ആ സംഭവമൊക്കെ നമ്മൾ കൂടുതൽ കാണുക ചെയ്തു. ആർക്ക് അഗേൻസ്റ്റ് നമ്മൾ ലിവർപൂൾ മാച്ചിലൊക്കെ കൂടുതൽ കാണുന്ന സിനാരിയോസ് നമ്മളുണ്ട്. ഓക്കെ, ലിവർപൂളിൻ്റെ പ്രസ്സും മറ്റുമൊക്കെ ഡൗൺ ആയിരുന്നു, അതൊരു വലിയ ഫാക്ടറായിരുന്നു, കംപ്ലീറ്റ്ലി ആ ഗെയിം ഡോമിനേറ്റ് ചെയ്യാൻ സിറ്റീനെ ഹെൽപ്പ് ചെയ്തത്. പക്ഷേ നമ്മൾ സിറ്റിയുടെ ഭാഗത്തുനിന്ന് ലിവർപൂൾ മാച്ചിൽ കണ്ട 1-2 ടാക്ടിക്കൽ സംഭവങ്ങളാണ് പറയാനായിട്ട് ഈ വീഡിയോയിൽ ഉദ്ദേശിക്കുന്നത്. സോ നമുക്കറിയാം ഈ സീസണിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ് പെപ്പ് ഗോർഡിയോളയുടെ മാഞ്ചസ്റ്റർ സിറ്റി. സാധാരണ പുള്ളി 2 വിങ്ങേഴ്സിനെ ടച്ച് ലൈനിൽ നിർത്തുന്ന സ്ഥാനത്ത്, വിട്ട് യൂസ് ചെയ്യുന്ന സ്ഥാനത്ത്, ഇപ്പം നമ്മൾ കാണുന്നത് സാധാരണ ഫുൾ ബാക്സ് ഇൻവേർട്ട് ചെയ്യുന്ന സ്ഥാനത്ത് ഇപ്പോൾ നമ്മൾ കാണുന്നത് 2 വിങ്ങേഴ്സും ടക്കിങ് ചെയ്ത് ഇൻവേർട്ട് ചെയ്യുകയും ഫുൾ ബാക്സ് ആയ നിക്കോ റെയിലി ആണെങ്കിലും മത്തേസ് ന്യൂനസ് ആണെങ്കിലും പിച്ച് സ്ട്രെച്ച് ചെയ്യുന്നതുമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ. ആൻഡ് സെൻട്രലി പ്രൊട്ടക്റ്റ് ചെയ്യുക, സെൻട്രലി നമ്പേഴ്സ് കാണും. ഓക്കെ, വൈഡിലൂടെ നിങ്ങൾക്ക് എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ സാധിക്കുന്നെങ്കിൽ ചെയ്തോ, ബട്ട് വി വിൽ മേക്ക് സെൻട്രൽ സോൺസ് ഞങ്ങൾ കൂടുതൽ കോമ്പാക്റ്റ് ആക്കും, നമ്പേഴ്സ് അവിടെ കമ്മിറ്റ് ചെയ്യും. ഇതാണ് നമ്മൾ മാഞ്ചസ്റ്റർ സിറ്റിയുടെ ഭാഗത്തുനിന്ന് കാണുന്നത്. സോ നിങ്ങൾ ഈ പിക്ചറിലോട്ട് നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് കാര്യം പിടിയിട്ടും നിങ്ങൾക്ക് കാണാം, ഇവിടെ ഡോക്കു ആണെങ്കിലും ചെർക്കി ആണെങ്കിലും ഇൻവേർട്ട് ചെയ്ത് നിൽക്കുവാണ്. നിക്കോ റെയിലിയും മത്തേസ് ന്യൂനസും ആണ് വിട്ട് സ്ട്രെച്ച് ചെയ്ത് നിൽക്കുന്നത്. അങ്ങനെ അവിടെ ഹാളൻഡിനെ നിങ്ങൾക്ക് ഈ പിക്ചറിൽ കാണാനായിട്ട് സാധിക്കുന്നത്. ഇവിടെ ഹാളൻഡ് നമ്മൾ കാണുന്നത് തന്നെയാണ്, പുള്ളി അപ്പ് ഫ്രണ്ട്. ഇപ്പം അടുത്ത ഫ്രെയിമിലോട്ട് വരുമ്പോൾ നിങ്ങൾക്ക് കാണാം ഹാളൻഡ് അപ്പ് ഫ്രണ്ട് നിൽക്കുന്നത് കാണാം. ഇപ്പം ഹാളൻഡിൻ്റെ അതുപോലെ തന്നെ ആ സെൻട്രലിൽ നിൽക്കുന്ന പ്ലേയേഴ്സിന് ഇടയിലുള്ള ഒരു ഗ്യാപ്പ് കാണും. അത് എക്സ്പ്ലോയിറ്റ് ചെയ്യാനായിട്ട് സിറ്റി മാക്സിമം ശ്രമിക്കുകയാണ് ചെയ്യും. സോ ആ ഒരു സോൺ ഉണ്ടല്ലോ, ആ ഒരു സ്പേസ് അങ്ങോട്ടേക്ക് നമുക്കറിയാം ഡോക്കു ആണെങ്കിലും ചെർക്കി ആണെങ്കിലും 1-on-1 ട്രിബിൾ ചെയ്ത് കയറിയാൽ ദേ ആർ ഗോയിങ് ടു എക്സ്പ്ലോയിറ്റ്. അവിടെയാണ് ഹാളൻ്റെ പൊസിഷനിങ് വൈറ്റിലാവുന്നത്. സോ ഹാളണ്ട് അവിടെ നിൽക്കുമ്പോൾ ഒപ്പോണൻറ്റിന് അഗ്രസീവ് ഹൈലൈൻ കളിക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ട്. ഇപ്പം ലാസ്റ്റ് നമ്മൾ ബോൺമൂത്ത് മാച്ചിൽ കണ്ട് ഈ ഒരു കേസിനാരും നിങ്ങൾക്ക് കാണാം, അവരെ ഹാളണ്ട് ഡ്രോപ്പ് ചെയ്യുന്നതിനനുസരിച്ച് ഡ്രോപ്പ് ചെയ്യാൻ പോയി അവിടെ ഹൈലൈൻ ഹാളണ്ട് എക്സ്പ്ലോയിറ്റ് ചെയ്യുന്ന സിനാരിയോസ് വരും. സോ ഈ ഒരു കേസിൽ നിങ്ങൾക്ക് കാണാം ലിവർപൂൾ കൺസേൺഡ് ആണ്, ഒത്തിരി ഹൈലൈൻ പോകാനായിട്ട് പറ്റത്തില്ല. ഹാളണ്ട് അഥവാ ഡ്രോപ്പ് ചെയ്യുന്നൊരു സിനാരിയാണ് ഹാളണ്ടിനോടൊപ്പം പോകുന്നത് റിസ്ക്കാണ്. സോ ആ ഒരു സ്പേസ് അവിടെ ക്രിയേറ്റ് ചെയ്യും, അവിടെയാണ് എക്സ്പ്ലോയിറ്റ് ചെയ്യാനായിട്ട് ഡോക്കുവും ചെർക്കിയും കൂടുതൽ ശ്രമിക്കുന്നത്. സോ നമ്മൾ മാഞ്ചസ്റ്റർ സിറ്റിയുടെ ഭാഗത്തുനിന്ന് കാണുന്ന ഒരു സിനാരിയോ അതാണ്. സോ നിങ്ങൾ ഓർത്ത് കാണും, ഓക്കെ ഈ ഇങ്ങനെ കോമ്പാക്റ്റ് ആയിട്ട് നിൽക്കുമ്പം ബിൽഡപ്പ് ഫേസിൽ എങ്ങനെ ആക്ട് ചെയ്യും, ഓക്കെ എങ്ങനെ നമ്പേഴ്സ് കമ്മിറ്റ് ചെയ്യും. സോ ഇവിടെയാണ് പെപ്പ് ഗോർഡിയോളയുടെ മറ്റൊരു സംഭവം വരുന്നത്. നമുക്ക് കാണാൻ അറിയാം ബെർണാഡോ സിൽവ ആണെങ്കിലും നിക്കോ ഗോൺസാലസ് ആണെങ്കിലും കംഫർട്ടബിൾ ആണ് ഡ്രോപ്പ് ചെയ്യാനായിട്ട്. തേർഡ് CB ആയിട്ട് ആക്ട് ചെയ്യാൻ നിക്കോ ഗോൺസാലസിന് അറിയാം ബിൽഡപ്പ് ഫേസിൽ. ഈവൻ ബെർണാഡോ സിൽവയ്ക്കും അതറിയാം, വർഷങ്ങളായിട്ട് ചെയ്യുന്ന ഒരു സംഭവമാണ്. സോ അവിടെയാണ് നമ്മൾ കാണുന്നത് ഏതൊരു ബെർണാഡോ സിൽവ നിക്കോ ഗോൺസാലസ് രണ്ടും ഡ്രോപ്പ് ചെയ്യും. മെയിൻലി നിക്കോ ഗോൺസാലസ് ചിലപ്പോൾ ആ തേർഡ് CB ആയിട്ട് ആക്ട് ചെയ്യും, ബെർണാഡോ സിൽവ അപ്പ് ഫ്രണ്ട് നിൽക്കും. അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ കാണുന്ന ഗോർഡിയോള ചിലപ്പോൾ പുഷ് ചെയ്തിട്ട് ബെർണാഡോ സിൽവ നിക്കോ ഗോൺസാലസും വിത്ത് ദ ബോൾ ബിൽഡപ്പ് ഫേസിൽ ഡ്രോപ്പ് ചെയ്ത് ആക്ട് ചെയ്യുന്നത് നമുക്ക് കാണാം. ഗോർഡിയോള പതുക്കെ മിഡ്ഫീൽഡോട് സ്റ്റെപ്പ് അപ്പ് ചെയ്യുന്നതാണ്. സോ അവിടെ റൊട്ടേഷൻസ് നടത്താറായിട്ടുണ്ട്. സോ ഈ ഒരു കേസ് സിനാരിയോ നിങ്ങൾ നോക്കുക, ഈ ഒരു പിക്ചറിലോട്ട് വരുമ്പോൾ ഇവിടെ കാണാൻ നമ്പേഴ്സ് ആണ്, 9ഓളം പ്ലേയേഴ്സ് ആണ് അവിടെ ബിൽഡപ്പിലുള്ളത്. അവിടെ ആ ഫസ്റ്റ് പേജിൽ നമ്പേഴ്സ് ഉണ്ട് അവിടെ ബിൽഡപ്പ് ചെയ്യുമ്പോൾ. അതിന് എടുത്ത് പറയേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് കാണാം നിക്കോ ഗോൺസാലസും ബെർണാഡോ സിൽവ ഇവിടെ പൊസിഷൻ ചെയ്തിരിക്കുന്നത്. അടുത്തൊരു കേസ് സിനാരിയോട്ട് വരുമ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാം ബെർണാഡോ സിൽവയാണ് അവിടെ ഡ്രോപ്പ് ചെയ്ത് തേർഡ് CB ആയിട്ട് ആക്ട് ചെയ്യുന്നത്. കൂടാതെ നിക്കോ ഗോൺസാലസ് ആ ബിറ്റ്വീൻ ദ 2 ലിവർപൂൾ പ്ലേയേഴ്സ് പൊസിഷൻ ചെയ്യുന്നതും കാണാം. അവർ ആ നമ്പേഴ്സ് അവിടെ ഉണ്ടാക്കും. നിക്കോ ഗോൺസാലസ് ആൻഡ് ബെർണാഡോ സിൽവ ഗെയിം ചേഞ്ചേഴ്സ് ആണ് ബിൽഡപ്പ് ഫേസിലോട്ട് വരുമ്പോൾ. ഈ ഒരു പിക്ചർ നിങ്ങൾ ശ്രദ്ധിച്ച മറ്റൊരു കാര്യവും കൂടെ കാണും, മറ്റൊന്നുമല്ല ഗോൾ കീപ്പറായ ജിജി ഡൊണറൂമയുടെ പൊസിഷനിങ്. സോ നിങ്ങൾക്ക് ഇവിടെ കാണാം ജിജി ഡൊണറൂമ പൊസിഷൻ ചെയ്തിരിക്കുന്നത് ആള് ഒരു ബോൾ പ്ലേയിങ് ഗോൾ കീപ്പറായിട്ടല്ല യൂസ് ചെയ്യുന്നത്. അവിടെ ഡൊണറൂമ കയറി വന്ന് ബോൾ ഡിമാൻഡ് ചെയ്യുമല്ലോ, അവിടെ പൊസിഷനിൽ തന്നെ നിൽക്കുകയാണ്. സോ ഇതാണ് അനദർ ഒരു ടാക്ടിക്കൽ ചേഞ്ച് ഈ സീസൺ കാണുന്നത്. എഡർസൺ ആയിരുന്നെങ്കിൽ എന്ത് ചെയ്യും, തേർഡ് CB ആയിട്ട് ആക്ട് ചെയ്യും, കയറി വരും ഡിഫൻഡേഴ്സിനോടൊപ്പം. അങ്ങനെ വരുമ്പോഴേക്കും എന്നാണ് ന്യൂമറിക്കലി അറ്റാക്കിൽ ഒരു എക്സ്ട്രാ പ്ലെയറിനെ നമുക്ക് പുഷ് ചെയ്യാം. ഇതങ്ങനെയല്ല, ഡൊണറൂമ യു ആർ എ ഷോർട്ട് സ്റ്റോപ്പർ, ബി ദ ആളെ ബിൽഡപ്പ് ഫേസിൽ അത് യൂട്ടിലൈസ് ചെയ്യുന്നില്ല. നിക്കോ ഗോൺസാലസോ ബെർണാഡോ സിൽവയാണ് ഡ്രോപ്പ് ചെയ്യുന്നത്. സോ ഈ തേർഡ് സെൻറ്റർ ബാക്ക് ആയിട്ട് ഗോൾ കീപ്പർ ആക്ട് ചെയ്ത് ബിൽഡപ്പ് ഫേസിൽ വരുന്ന പരിപാടി ഡൊണറൂമേനെ വെച്ച് നടത്തുന്നുമില്ല. ഡൊണറൂമ ബ്രിങ്സ്
ഗ്രേറ്റ് ഷോട്ട് സ്റ്റോപ്പിംഗ് അബിലിറ്റി. ഡോണറൂമയുടെ മികവിൽ സിറ്റി ഈ സീസൺ പല മാച്ചുകളും പോയിന്റ്സ് എടുത്തിട്ടുമുണ്ട്. ആൻഡ് പക്ഷേ ആളുടെ കയ്യിൽ നിന്ന് ബോൾ പ്ലേയിങ് അബിലിറ്റി കിട്ടത്തില്ല. അത് പെപ്പാൾ യൂട്ടിലൈസ് ചെയ്യുന്നില്ല. ആളെ എഡർസൺ ആക്കി മാറ്റാനായിട്ട് നോക്കുന്നില്ല. ആളെ ഡോണറൂമ തന്നെ ആക്കാനായിട്ടാണ് മാഞ്ചസ്റ്റർ സിറ്റിയുടെ കോച്ചായ പെപ്പ് ഗോർഡിയോള നോക്കുന്നത്. അനദർ മാഞ്ചസ്റ്റർ സിറ്റി തിങ് എന്താന്ന് വെച്ചാൽ, നമുക്കറിയാം മാഞ്ചസ്റ്റർ സിറ്റിക്ക് അഗെയിൻസ്റ്റ് നിങ്ങളുടെ വിങ്ങേഴ്സ്, എസ്പെഷ്യലി അറ്റാക്കിംഗ് വിങ്ങേഴ്സ്, ഡിഫെൻസീവ് കോൺട്രിബ്യൂഷൻ കൊടുക്കാത്ത ഒരു പ്ലെയർ ആണെങ്കിൽ കാര്യങ്ങൾ എളുപ്പമായിരിക്കത്തില്ല മാൻ സിറ്റിക്ക് അഗെയിൻസ്റ്റ്. അത് എടുത്ത് പറയേണ്ട കാര്യമാണ്. മാഞ്ചസ്റ്റർ സിറ്റി പൊസിഷൻസ് റൊട്ടേറ്റ് ചെയ്യും. ഓക്കെ, മെയിൻലി ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ ഡോക്കും നിക്കോ റെയ്ലിയും നമുക്കറിയാം ഇൻവേർട്ട് ചെയ്ത് സെൻട്രൽ സ്പോൺസിൽ ഓപ്പറേറ്റ് ചെയ്യാൻ എക്സ്പേർട്സ് ആണ്. നിക്കോ റെയ്ലി ചിലപ്പോൾ ഇൻവേർട്ട് ചെയ്ത് സെൻട്രലിൽ വരികയും നമ്മുടെ ഡോക്കു വൈഡിലോട്ട് പോകുന്നതും കാണാനായിട്ട് സാധിക്കും. ചില സിറ്റുവേഷൻസിൽ അത് മത്തേസ് ന്യൂസും അപ്പുറത്ത് ചെർക്കിയും തമ്മിൽ ചെയ്യുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അല്ലെങ്കിൽ സവീനോ ആണെങ്കിൽ സവീനോയും തമ്മിൽ ചെയ്യുന്നതാണ്. ഫോഡൻ സ്റ്റാർട്ട് ചെയ്യുകയാണ്, ചിലപ്പോൾ ഫോഡനും വൈഡിലോട്ട് പോകുന്നത് നമ്മൾ കാണാറായിട്ടുണ്ട്. വൈഡ് ഏരിയയിലാണ് ഫോഡൻ സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ, ഫോഡൻ പൊതുവെ സെൻട്രലിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, വൈഡിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ ഒപ്പോണന്റിന്റെ അറ്റാക്കർ, സോ ഈ ഒരു കേസ് എക്സാമ്പിൾ സല നമുക്കറിയാം അധികം ഡിഫെൻസീവ്ലി ഓക്കെ ഓഫ് ദ ബോൾ അധികം ട്രാക്ക് ബാക്ക് ചെയ്യാത്തൊരു പ്ലെയർ ആണ്. ആൻഡ് ഈ ഒരു കേസിലോട്ട് നിങ്ങൾ നോക്കുക, ഇവിടെ ഗ്വാർഡിയോളിന്റെ കാലിൽ ബോൾ നിൽക്കുമ്പോൾ നിക്കോ റെയ്ലി ഇൻവേർട്ട് ചെയ്യുകയാണ് ബാക്കിലോട്ട്, ഡോക്കു അവിടെ പിച്ച് സ്ട്രെച്ച് ചെയ്യാനായിട്ട് വൈഡിലോട്ട് പോവാണ്. സോ അവിടെ സല ബോൾ വാച്ച് ചെയ്യുകയാണ്. സല അവെയർ അല്ല നിക്കോ റെയ്ലിയുടെ ആ മൂവ്മെന്റിൽ. അവിടെ ഗ്വാർഡിയോളിന്റെ കാലിലാണ് ബോൾ, ഗ്വാർഡിയോൾ അത് നോട്ടീസ് ചെയ്യുന്നുണ്ട്. ബട്ട് നമുക്ക് കാണാം ഹാളൻഡ് ഡ്രോപ്പ് ചെയ്യുന്നു, ഹാളൻഡിനോടൊപ്പം ഡിഫൻഡേഴ്സിന് വരാൻ പറ്റുന്നില്ല, ഹാളൻഡ് ഡ്രോപ്പ് ചെയ്യുന്നു, അവിടെ കമ്പൈൻ ചെയ്യുന്നു ഫോർഡനുമായിട്ട്. ഇപ്പോഴും കാണാം സല ബോൾ വാച്ച് ചെയ്യുവാണ്, നിക്കോ റെയ്ലിയുടെ മൂവ്മെന്റ് കാണുന്നില്ല. കാരണം അവിടെ ഫോർഡനുമായിട്ട് കമ്പൈൻ ചെയ്ത് ഫോർഡന്റെ കാലി ബോൾ കിട്ടുമ്പോൾ ഇപ്പം നിങ്ങൾക്ക് കാണാം ബ്രാഡ്ലിക്ക് അഗെയിൻസ്റ്റ് 2 vs 1 സിറ്റുവേഷൻ അവിടെ വന്നു. ബ്രാഡ്ലിക്ക് അവിടെ നിക്കോ റെയ്ലിനെ നോക്കണം, വൈഡിൽ ഡോക്കുവിനെ നോക്കണം. സോ ഒരു സിമ്പിൾ പാസ് ആണ്, രണ്ട് പ്ലേസ് നിക്കോ റെയ്ലിനോട്ടും പാസ് ചെയ്യാം, അല്ല ഡോക്കുവിനെ ഇൻ ബിഹൈൻഡ് പ്ലേ ചെയ്യാനായിട്ടുള്ള അവസരം അവിടെ ഫോർഡനുണ്ട്. സോ ഇങ്ങനത്തെ ഒരു സിനാരിയോ അവർ ക്രിയേറ്റ് ചെയ്യും. സോ നിങ്ങളുടെ മാഞ്ചസ്റ്റർ സിറ്റിക്ക് അഗെയിൻസ്റ്റ് ആണ് കളിക്കുന്നത്. നിങ്ങളുടെ അറ്റാക്കേഴ്സ് എസ്പെഷ്യലി വിങ്ങേഴ്സ് ഡിഫെൻസീവ് കോൺട്രിബ്യൂഷൻ കൊടുക്കാത്ത ഒരു പ്ലെയർ ആണെങ്കിൽ ദർ ഇസ് എ ഹൈ ചാൻസ് ആ മാച്ച് നിങ്ങൾ തോക്കാനായിട്ടുള്ള സാധ്യത വളരെ ഹൈ ആണ്. എസ്പെഷ്യലി പൊസിഷൻ റൊട്ടേഷൻ്റെ കാര്യത്തിലൂടെ വരുമ്പോൾ ഡോക്കും നിക്കോ റെയ്ലിയും റിയലി ത്രെറ്റനിങ് ആണ്. അപ്പുറത്തും അവർ ചെയ്യും, പക്ഷേ ഈ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് റിയലി ത്രെറ്റനിങ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതുപോലെ തന്നെ നമുക്കറിയാം മാഞ്ചസ്റ്റർ സിറ്റി ഈ സീസൺ ധാരാളം ക്രോസുകളെ കട്ട് ബാക്സ് മറ്റും എല്ലാം ബോക്സിലോട്ട് ഇടുന്നുണ്ട്. ഹാളണ്ടാണ് മെയിൻ ടാർഗറ്റ് മാൻ. ഹാളണ്ട് അന്യമായിട്ട് ഗോളുകൾ സ്കോർ ചെയ്യണം, അതിലോട്ടൊന്നും ഞാൻ കടക്കുന്നില്ല. ഹാളണ്ട് ഗോളുകൾ വാരി കൂട്ടുന്നുണ്ട്. പക്ഷേ മറ്റൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്നാന്ന് വെച്ചാൽ ഹാളണ്ട് മാത്രമല്ല ത്രെട്ട്. ഇപ്പോൾ നമ്മൾ നോക്കുവാണെങ്കിൽ ഇപ്പോൾ ഈ ഒരു പിക്ചർ നിങ്ങൾക്ക് കാണാം, ലിവർപൂളിന് അഗേൻസ്റ്റ് ഹാളണ്ട് സ്കോർ ചെയ്ത ഹെഡർ ഗോൾ. ഇവിടെ ആ ക്രോസ് ബോക്സിലോട്ട് വരുമ്പം ആ സെൻറ്റർ ആ ബോക്സ് ഉണ്ടല്ലോ, ആ പെനൽറ്റി ബോക്സ്, ആ ഒരു ലൈൻ, ആ ലൈനിന് വെളിയിലുള്ള ഒരേ ഒരു പ്ലെയർ മത്തേസ് ന്യൂനസ് ആണ്. ബാക്കി എല്ലാവരും സെൻട്രലിയാണ്, അത് ആ ബോക്സിനുള്ളിലോട്ട് ടാർഗറ്റ് ചെയ്യുകയാണ്. അവിടെ ഡോക്കുവിൻ്റെ പൊസിഷൻ നിങ്ങൾക്ക് കാണാം, ആളും ബോക്സിൻ്റെ തൊട്ട് കയറാനായിട്ട് ശ്രമിക്കുകയാണ്, അത് സെൻട്രലിയാണ് പൊസിഷൻ ചെയ്യുന്നത്. സാധാരണ നമ്മൾ പെപ്പ് ഗോർഡിയോളയുടെ പഴയ സിസ്റ്റത്തിലൊക്കെ നമ്മൾ ഡോക്കു അവിടെയല്ല മറ്റേ സൈഡിൽ നിൽക്കുന്ന കാണാനായിട്ടായിരിക്കും വൈഡായിട്ട്, കാരണം ആ ഒരു സ്വിച്ച് ഓഫ് പ്ലേ ഇംപ്ലിമെൻറ്റ് ചെയ്യാനായിട്ട്. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല, മാക്സിമം നമ്പേഴ്സ് നമുക്ക് ക്രോസ് ബോക്സിൽ വേണം. വി നീഡ് നമ്പേഴ്സ് ഇൻസൈഡ് ദ ബോക്സ്. അവിടെ നമുക്ക് പെപ്ലേൻഡേഴ്സിൻ്റെയും കൊളോട്ടോറിയൊക്കെ ഇൻഫ്ലുവൻസ് ഈ ഒരു ഫേസ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. സോ മാക്സിമം സെൻട്രലി നമ്പേഴ്സ് ക്രോസുകൾ ഇടുക. യു ആർ ഗോയിങ് ടു വിൻ ഇറ്റ്. ഓക്കെ, ഡോക്കുവിന് ഹൈറ്റ് ഇല്ല, ഫോർഡിന് ഹൈറ്റ് ഇല്ല, അയ്യോ ചെർക്കിക്ക് ഹൈറ്റ് ഇല്ല, ഡസൻറ്റ് മാറ്റർ, നമ്പേഴ്സ് ബോക്സിൽ വേണം. അതിപ്പോൾ മാഞ്ചസ്റ്റർ സിറ്റി ചെയ്യുന്ന ഒരു കാര്യമാണ്. സോ ബേസിക്കലി ഒന്ന് ക്ലോസ് ഡൗൺ ചെയ്ത് അഥവാ ഒന്ന് വൈൻഡ് അപ്പ് ചെയ്ത് പറയാനായിട്ടാണെങ്കിൽ എഗെയിൻസ്റ്റ് മാഞ്ചസ്റ്റർ സിറ്റി നിങ്ങൾക്ക് അറ്റാക്ക് ചെയ്യാൻ കപ്പാസിറ്റി ഉള്ള നല്ല രണ്ട് വിങ്ങേഴ്സ് ഉണ്ടെങ്കിൽ ഒക്കെ ഡിഫെൻസീവ്ലി അവർ എക്സ്പ്ലോയിറ്റ് ചെയ്യാം. മാൻ സിറ്റിക്ക് ഇഷ്യൂസ് ഉണ്ട്, മാൻ സിറ്റി ഡിഫെൻസീവ്ലി സോളിഡ് ആണെന്നൊന്നും അല്ല പറയുന്നത്, ബട്ട് കമ്പയർഡ് ടു ലാസ്റ്റ് ഇയേഴ്സ് ബെറ്റർ ആണ്. റൂബൻ ഡിയാസ് ഏരിയയിൽ മാസീവ് ഇംപ്രൂവ്മെന്റ് ആണ്. ഗോർഡിയോളിനെ CB ആയിട്ട് യൂസ് ചെയ്യുന്നത് മാസീവ് സക്സസ് ആണ്. അതുപോലെ തന്നെയാണ് മത്തേസ് ന്യൂനസ് റിയലി ഇംപ്രസ് ചെയ്യുന്ന റൈറ്റ് ബാക്ക്, ബട്ട് നിക്കോ റെയ്ലിയാണ് ഫൈൻ്റെ. ഐറ്റ്നൂറി ഫിറ്റായി വന്നിട്ടും ഐറ്റ്നൂറിനെ ആൾ ബെഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എടുത്തു പറയേണ്ട കാര്യം ഡോക്കുവിൻ്റെ ഫോമും എടുത്തു പറയണം, അന്യായമാണ്, മാരക ഔട്ട്പുട്ടാണ് ആൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ആൻഡ് മറ്റൊരു കാര്യം, ഹാളനെ കുറിച്ച് ഞാൻ ടച്ച് ചെയ്യുന്നില്ല, പറയാൻ പോയാലും ഇവിടെ വീഡിയോ തീരത്തില്ല. ആൻഡ് എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ മാഞ്ചസ്റ്റർ സിറ്റിക്ക് അഗെയിൻസ്റ്റ് നിങ്ങൾക്ക് നല്ല രണ്ട് വിങ്ങേഴ്സ്, അറ്റാക്കിംഗ് വിങ്ങേഴ്സ് ഉണ്ടെങ്കിൽ ഓക്കെ ഡിഫെൻസീവ്ലി അവരെ കൂടെ എക്സ്പ്ലോയിറ്റ് ചെയ്യാം. കാരണം വൈഡ് ഏരിയാസ് ആണ് അവർ നിങ്ങൾക്ക് ഓപ്പൺ ആക്കി തരുന്നത്. പിന്നെ സെൻട്രലി ദേ ആർ റിയലി കോമ്പാക്ട്. ആൻഡ് എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം, ഡിഫെൻസീവ്ലി അവെയർ അല്ലാത്ത അറ്റാക്കേഴ്സ് എസ്പെഷ്യലി വിങ്ങേഴ്സ് ആണ് നിങ്ങൾക്കുള്ളതെങ്കിൽ മാൻ സിറ്റീനെ കണ്ടെയ്ൻ ചെയ്യുക എളുപ്പമായിട്ടുള്ള ഒരു കാര്യമായിരിക്കത്തില്ല. അതുപോലെ തന്നെയാണ് ജിജി ഡോണറൂമ. നമുക്കറിയാം ഈസ് എ ഗ്രേറ്റ് ഷോട്ട് സ്റ്റോപ്പർ. ആളുടെ അഡീഷൻ ഒരു 1.5 അഡീഷനാണ്. നമുക്കറിയാം ഗോൾ കീപ്പേഴ്സിൻ്റെ മികവിൽ 2-3 മാച്ച് 3-4 മാച്ചൊക്കെ ഒരു സീസണിൽ ജയിപ്പിക്കാനായിട്ട് അവർക്ക് സാധിക്കും. ഈ സീസൺ തന്നെ സോഫാർ 2-3 കളികൾ തന്നെ ആയിട്ടുണ്ട് ഡോണറൂമയുടെ മികവിൽ മാഞ്ചസ്റ്റർ സിറ്റി പോയിന്റ്സ് ഡ്രോപ്പ് ചെയ്യാതിരുന്ന മാച്ചുകളുണ്ട്. ഒരു ഗോൾ മാർജിനിലൊക്കെ ജയിച്ച മാച്ചുകളുണ്ട്. സോ ഡോണറൂമ ഈസ് ഓൾസോ എ ക്വാളിറ്റി അഡീഷൻ. ടാക്ടിക്കലി പെപ്പ് ഇവോൾവ് ചെയ്യുന്നതിൻ്റെ മറ്റൊരു എക്സാമ്പിൾ. കൂടാതെ നമ്മൾ അസ് എ ടീം, ഈവൻ ദോ ഈ സ്ക്വാഡിൽ കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ടെന്ന് പറഞ്ഞാലും അസ് എ ടീം അവർ ഓർഗനൈസ് ചെയ്ത് കളിക്കുന്ന ആൻഡ്
മറ്റ് കോച്ചിങ് സ്റ്റാഫുകൾ ഇൻഫ്ലുവൻസും എല്ലാം നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. സോ നിങ്ങൾക്ക് എന്താണ് മാഞ്ചസ്റ്റർ സിറ്റിനെ കുറിച്ച് തോന്നുന്നതെന്ന് പറയാം. മാഞ്ചസ്റ്റർ സിറ്റി ദ ടൈറ്റിൽ ഫേവറേറ്റ്സ്, അതോ ആർസണൽ തന്നെയാണ് നിങ്ങൾക്ക് ഇപ്പോഴും ടൈറ്റിൽ ഫേവറേറ്റ്സ് ആയിട്ട് തോന്നുന്നതെന്നുള്ള കാര്യം വേണമെങ്കിൽ കമൻറ്റ് ചെയ്യാം. ഐ തിങ്ക് മാഞ്ചസ്റ്റർ സിറ്റി തൊട്ട് പുറകെ നിൽക്കുന്നത് ഒരിക്കലും ഒരു കോച്ചിന് നല്ല ലക്ഷണമല്ല. അത് നമുക്കറിയാം. പെപ്പ് ഗോർഡിയോളയുടെ മാഞ്ചസ്റ്റർ സിറ്റി തൊട്ട് പുറകെ, അത് ഈവൻ ഒരു 5 പോയിന്റ് ഗ്യാപ്പാണെന്ന് പറഞ്ഞാൽ പോലും നമുക്കറിയാവുന്ന കാര്യമാണ്. അവർക്കൊരു 1.5 പോക്കുണ്ട് അല്ലേ. നെക്സ്റ്റ് സീസൺ ജനുവരി ഫെബ്രുവരി ഒക്കെ ആകുമ്പോൾ ഒരു 1.5 പോക്കുണ്ട്. സോ അർട്ടേറ്റയ്ക്കും ടീമിനും ക്രൂഷ്യൽ ടൈമാണ് വരുന്നത്. അവർക്ക് പോയിന്റ്സ് ഡ്രോപ്പ് ചെയ്യാൻ പറ്റത്തില്ല. മാഞ്ചസ്റ്റർ സിറ്റി തൊട്ട് പുറകെ തന്നെയുണ്ട്. ലിവർപൂൾ ടൈറ്റിൽ റേസിലോട്ട് എൻ്റർ ആവുമെന്ന് എനിക്കറിയത്തില്ല. ബട്ട് ഐ തിങ്ക് ഇറ്റ്സ് ബിറ്റ്വീൻ ആർസണൽ ആൻഡ് സിറ്റി എന്നാണ് ഇപ്പോൾ ഒരു ഫീൽ. സോ നിങ്ങൾക്ക് എന്താണ് ഓവറോൾ തോന്നുന്നൊരു കാര്യം പറയാം. പെപ്പ് ഗോർഡിയോളയുടെ മാഞ്ചസ്റ്റർ സിറ്റിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും പറയാം. പുള്ളിയുടെ ടാക്ടിക്കൽ ചേഞ്ചുകൾ, പെപ്പ് ലൈൻ്റെ സ്കോളോട്ടോയുടെ ഇൻഫ്ലുവൻസ് എങ്ങനെയുണ്ടെന്നൊക്കെ പറയാം. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ കാണാം. അതുവരേക്കും